ചെയ്യുന്നു എന്നതാണ്. 86 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് LDF ഇടത് തരംഗമുണ്ട് എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കത് പൂർണ്ണമായി പറയാനാവുകയില്ല, മണിക്കൂറുകൾ ബാക്കിയുണ്ട്. പക്ഷേ UDFന് 50 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. സനീഷ്, വോട്ടെണ്ണലിന്റെ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ചില രാഷ്ട്രീയമായ പാഠങ്ങൾ കൂടി നമുക്ക് കിട്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടത് തരംഗം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് വ്യക്തമായ തെളിവാണ് കണ്ണൂരിലെ 10 മണ്ഡലത്തിലെ LDFന്റെ മുന്നേറ്റം, കൊല്ലത്തെ 11 മണ്ഡലങ്ങളിൽ LDF നടത്തിയിട്ടുള്ള മുന്നേറ്റം, തൃശ്ശൂരിലെ 13 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള മുന്നേറ്റം. ഒരു ഇടത് തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാവുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു. രണ്ടാമത്, നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാനാകുമോ എന്നുള്ളതാണ്. അത് BJP ദേശീയ നേതാക്കൾക്ക്, കേന്ദ്ര നേതൃത്വത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യവുമായിരിക്കും. മറ്റൊരു ട്രെൻഡ് ഇതിനകത്ത് നോക്കാനുള്ളത് മലപ്പുറത്തെ ലീഗ് കോട്ടകളിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ്. മലപ്പുറത്തെ ലീഗ് കോട്ടകളിൽ വിള്ളൽ വീഴുകയും ഇടതുപക്ഷത്തിന് അവിടേക്ക് കടന്നു കയറാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയ സൂചന ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വേറൊന്ന്, UDFനകത്തുള്ള ഘടകകക്ഷികളിൽ RSPക്കും അതുപോലെ തന്നെ JDUവിനും ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയും ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. BDJSന്റെ വോട്ടുകൾ ഏത് നിലക്ക് വന്നു എന്നതുകൂടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. NDAക്ക് ലീഡ് കിട്ടിയിരിക്കുന്ന 2 സ്ഥലങ്ങളും ഒരുപക്ഷെ BDJSന്റെ സഹായമില്ലാതെ തന്നെ അവർക്ക് ലീഡ് ചെയ്യാവുന്ന നിലക്കുള്ള 2 സ്ഥലങ്ങളാണ്, കാസർഗോഡും തിരുവനന്തപുരത്തും. തിരുവനന്തപുരത്ത് അത് നേമത്തത് വർക്ക് ചെയ്തിട്ടില്ല എന്നല്ല, എങ്കിൽ തന്നെയും ആ നിലയിലേക്ക് എങ്ങനെ പോയി എന്ന് നോക്കാൻ കുട്ടനാട് അവർക്ക് പ്രധാനപ്പെട്ട വോട്ടുള്ളൊരു സ്ഥലമായിരുന്നു. തോമസ് ചാണ്ടി തന്നെയാണ് അവിടെ ലീഡ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് 4155 വോട്ടുകളുടെ ലീഡുണ്ട്. കുട്ടനാട് ഒരുപക്ഷെ സുഭാഷ് വാസു, SNDPയുടെ നേതാവ്, BDJS നേതാവ്, NDA സ്ഥാനാർത്ഥി, അദ്ദേഹം ജയിച്ചേക്കാമെന്ന് പോലും അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ തോമസ് ചാണ്ടി ഏതാണ്ട് കൊള്ളാവുന്നൊരു ലീഡ് നില അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. 4155 വോട്ടുകൾക്ക് തോമസ് ചാണ്ടി അവിടെ സുഭാഷ് വാസുവിനേക്കാൾ ലീഡ് ചെയ്യുകയാണ്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 14,821 വോട്ടുകളാണ് തോമസ് ചാണ്ടിക്ക് ഇതിനകം ലഭിച്ചിട്ടുള്ളതെങ്കിൽ, അത് മാറിയിരിക്കുന്നു. തോമസ് ചാണ്ടി സുഭാഷ് വാസു 2ാം സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു, സുഭാഷ് വാസു 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അവിടെ UDF സ്ഥാനാർത്ഥി ജേക്കബ് എബ്രഹാം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. BDJSന് ഈ പറയുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനാവുകയില്ലേ എന്ന് സംശയിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കുട്ടനാട്ടിൽ പോയിരിക്കുന്നു. കുട്ടനാട്ടിൽ തോമസ് ചാണ്ടി മുന്നിട്ട് നിൽക്കുകയാണ് 4244 വോട്ടുകൾക്ക്. ജേക്കബ് എബ്രഹാം UDF സ്ഥാനാർത്ഥിയാണ് 2ാം സ്ഥാനത്തുള്ളത്. സുഭാഷ് വാസു BDJS സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. നമുക്ക് അതോടുകൂടി നേമത്താണ് ഇപ്പോൾ NDA കൺസിസ്റ്റന്റായി നടത്തുന്ന ഒരു മുന്നേറ്റം. O രാജഗോപാൽ NDA സ്ഥാനാർത്ഥി. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായുണ്ട്. അസ്ലം, ഇത്തവണ NDAക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റും എന്ന പ്രതീക്ഷ ഇപ്പോൾ നേമത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്താണ് അവിടുന്ന് നൽകാവുന്ന വിവരങ്ങൾ? അസ്ലം. ഗോപി, ഇപ്പോൾ O രാജഗോപാൽ 4845 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ എണ്ണുന്ന സ്ഥലങ്ങൾ പൂജപ്പുര, കരമന, തിരുമല, നെടുങ്കാട്, പാപ്പനംകോട്, ആറ്റുകാൽ തുടങ്ങിയുള്ള BJPക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിലാണ് എണ്ണുന്നതെങ്കിൽ പോലും LDF ഒരുപക്ഷെ പ്രതീക്ഷയേക്കാൾ അധികം ഭൂരിപക്ഷത്തിലേക്ക് O രാജഗോപാൽ ആ സ്ഥലങ്ങളിൽ തന്നെ പോകുന്നുണ്ട്. അതായത് പാപ്പനംകോട് വരെയുള്ള സ്ഥലങ്ങൾ എണ്ണുമ്പോൾ, അതായത് പകുതി ബൂത്തുകൾ എണ്ണുമ്പോൾ 6000 വരെയുള്ള ഭൂരിപക്ഷത്തിലേക്ക് മാത്രം BJP ഒതുങ്ങിയാൽ മാത്രമേ മറ്റുള്ള സ്ഥലങ്ങളിൽ LDFന് പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിലൂടെ വോട്ടുകൾ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് LDFന്റെ പ്രതീക്ഷ. അതേസമയം ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ BJPക്ക് പ്രതീക്ഷ ഉള്ളതാണെങ്കിൽ പോലും ഇപ്പോൾ നേടുന്നത് ഒരുപക്ഷെ LDF പ്രതീക്ഷയേക്കാൾ കൂടുതൽ വോട്ടുകളാണ്. അതായത് O രാജഗോപാൽ വിജയിക്കുന്നുള്ള സാധ്യത വർദ്ധിക്കുന്ന രീതിയിലുള്ളതാണ് പോകുന്നത്. 2 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു. 3ാം റൗണ്ടിലേക്കാണ് പോകുന്നത്. ഈ 3ാം റൗണ്ടിൽ തിരുമല എന്ന് പറയുന്നത് ഇപ്പോഴും രാജഗോപാലിന് അല്ലെങ്കിൽ സ്വാധീനമുള്ള മേഖല തന്നെയാണ്. 5000-ന് മുകളിലേക്ക് ഒരു ഘട്ടത്തിൽ ലീഡ് കഴിഞ്ഞെങ്കിലും ഇപ്പോൾ 4864 എന്ന ലീഡ് നിലയിൽ എത്തി നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ഇനി 3 മേഖലയിൽ കൂടി BJPയുടെ മുന്നേറ്റം ശക്തമായി പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞുള്ള മേഖലയിൽ അത്രത്തോളം പിന്തുണ LDFന് ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും NDAയുടെ അക്കൗണ്ട് തുറക്കുന്ന രീതിയിലേക്ക് പോകും. എന്തായാലും വളരെ കൃത്യമായി NDA അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അസ്ലമിന്റെ റിപ്പോർട്ടിൽ നിന്നുള്ള സൂചന. ഇനി എണ്ണാനുള്ള ഭാഗങ്ങളിൽ രാജഗോപാലിന് മേൽക്കൈ ഉള്ളവയാണ്. അതിനുശേഷവും ഈ മേൽക്കൈ തുടരാനായി കഴിഞ്ഞാൽ NDAക്ക് തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയും അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് അസ്ലമിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്ക് കാസർഗോഡ് കൂടെ പോകേണ്ടതുണ്ട്. കാസർഗോഡാണ് മറ്റൊരു NDA സീറ്റുള്ളത്. സീറ്റിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ആ പ്രതീക്ഷയുള്ളത്. ഷഫീഖ്, ഏത് നിലക്കുള്ള ലീഡാണ് ഇപ്പോൾ അവർക്കുള്ളത്?
ഗോപികൃഷ്ണൻ, കാസർഗോഡ് രവീഷ് തന്ത്രി NDAയുടെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നുണ്ട്. BJP പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഇതുവരെ BJP മാത്രം അധികാരത്തിലുള്ള മധൂർ പഞ്ചായത്തിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ വെണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രവീഷ് തന്ത്രിയുടെ ഭൂരിപക്ഷം കൂടുന്നത്. ഇനി കാസർഗോഡ് നഗരസഭ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലകളിലേക്കാണ് അടുത്ത എണ്ണാനുള്ളത്. ഈ രവീഷ് തന്ത്രിയുടെ ഇപ്പോൾ കാണുന്ന ലീഡ് BJP കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണുന്നത് കൊണ്ടാണ് ആ ഭൂരിപക്ഷം ഉണ്ടാവുന്നത്. അത് മറിയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാലും മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുള്ള മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കാസർഗോഡ് കൂടെ NDA മുന്നിട്ട് നിൽക്കുകയാണ്. കാസർഗോഡ് ഇപ്പോൾ രവീഷ തന്ത്രിയുടെ ലീഡ് നില 5480 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എന്നെ നെല്ലിക്കുന്നതിനേക്കാൾ 5480 വോട്ടുകൾക്ക് രവീഷ തന്ത്രി മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ മഞ്ചേശ്വരത്ത് ഇപ്പോഴും PB അബ്ദുൾ റസാഖ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. 1645 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. NDAക്ക് നിയമം കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് നിന്നാണ് നല്ല വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. രവീഷ് തന്ത്രി അവിടെ 5480 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എന്നെ നെല്ലിക്കുന്നതിനേക്കാൾ ലീഡ് ചെയ്യുന്നു, മുന്നിട്ട് നിൽക്കുന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ LDF 87 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. UDF 50 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. NDAക്ക് 2 ഇടത്ത്, അതായത് നേമത്തും ഈ കാസർഗോഡുമാണ് അവർ ലീഡ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, PC ജോർജ് പൂഞ്ഞാറിൽ സ്വന്തം നിലക്ക് വോട്ട് മെച്ചപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വോട്ടെണ്ണൽ തുടങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും PC ജോർജ് പിന്നിലായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പൂഞ്ഞാറിൽ PC ജോർജ് ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ മത്സരിച്ച PC ജോർജ് 4407 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത്. PC ജോർജ് പൂഞ്ഞാർ തൻ്റെ ഇടം തന്നെയാണ്, ഒരു മുന്നണിയും കൂടെയില്ലെങ്കിൽ പോലും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് UDF ലീഡുണ്ട്. തൃശ്ശൂരും കണ്ണൂരും അടക്കമുള്ള ഇടങ്ങളിൽ പക്ഷേ തിരിച്ചാണ് നില. പെട്ടെന്ന് നൽകാവുന്ന വിവരങ്ങൾ, കൊല്ലത്തും തൃശ്ശൂരിലും മുഴുവൻ LDF ആണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ട്. പാലക്കാട്ടും ഇടതുപക്ഷത്തിനുള്ള മുന്നേറ്റം കാണാം. കണ്ണൂരിൽ ഇടതുപക്ഷത്തിനൊരു ആധിപത്യം തന്നെ ലഭിച്ചിരിക്കുന്നു. ആലപ്പുഴയിലും ഇടതാധിപത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രിമാർ പലരും പിന്നിലാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ പലരും പിന്നിലായിരിക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. മലപ്പുറത്തെ ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. RSP JDU പോലുള്ള കക്ഷികൾക്ക് സീറ്റ് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. NDAക്ക് നേമത്തും കാസർഗോഡും ലീഡ് ലഭിച്ചിട്ടുണ്ട്. 2 ഇടത്ത് മലമ്പുഴയിലും നാട്ടികയിലും BJP 2ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു സവിശേഷത. ഇത്തരത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ 87 ഇടത്ത് ഇടതുപക്ഷം മുന്നേറ്റം നടത്തിക്കൊണ്ട് അധികാരത്തിലെത്താൻ പോകുന്നതിന്റെ സൂചനകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. 50 ഇടത്താണ് UDF മുന്നിൽ. 2 ഇടത്ത് കാസർഗോഡും തിരുവനന്തപുരത്തെ നേമത്തുമാണ് NDA മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ തിരുവനന്തപുരത്തെ നേമത്ത് NDAക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചനകൾ. വിജയികൾ സ്വാഭാവികമായും LDF ആണ്. LDFന് വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കാനായിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രം പോയാൽ ഒറ്റയിടത്ത് മാത്രമാണ് അവരുടെ ശക്തി കേന്ദ്രം. ഒറ്റയിടത്ത് മാത്രമാണ് ഇരിക്കൂറിൽ KC ജോസഫ് മുന്നിട്ട് നിൽക്കുന്നത്. മറ്റുള്ളിടത്തെല്ലാം LDF ആണ്. 10 സീറ്റുകളിലും LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിൽ നിലവിലെ സീറ്റുകൾ പിടിച്ചെടുത്തത് MP നികേഷ് കുമാർ KM ഷാജിയേക്കാൾ 2041 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. കണ്ണൂരിൽ എല്ലാ കാലത്തും UDFന്റെ കോട്ടയായിരുന്ന കണ്ണൂർ മണ്ഡലത്തിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി 4228 വോട്ടുകൾക്ക് സതീശൻ ബാച്ചനിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു. തലശ്ശേരിയിൽ AN ഷംസീറിൻ്റെ ലീഡ് നില 15486 എന്ന നിലയിലേക്ക് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. തലശ്ശേരിയിൽ AN ഷംസീറിന് 15879 വോട്ടുകളുടെ ലീഡുണ്ട്. കൂത്തുപറമ്പിൽ KP മോഹനൻ വിജയിച്ചിരുന്ന കൂത്തുപറമ്പിൽ KK ശൈലജ ടീച്ചർ 10878 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. 10878 വോട്ടുകൾക്ക് KK ശൈലജ ടീച്ചർ കൂത്തുപറമ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. ബിനോയ് കുര്യൻ, പേരാവൂരിലെ CPMന്റെ യുവ സ്ഥാനാർത്ഥി ബിനോയ് കുര്യൻ 66 വോട്ടുകൾക്ക് മാത്രമാണെങ്കിൽ തന്നെയും സണ്ണി ജോസഫ്, നിലവിലെ MLA സണ്ണി ജോസഫിനേക്കാൾ ലീഡ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കണ്ണൂരിൽ അതാണ് നില. കണ്ണൂരിൽ KC ജോസഫ് ഇരിക്കൂറിലൊഴികെ ബാക്കി എല്ലായിടത്തും കണ്ണൂരിൽ ഇങ്ങനെയാണുള്ളത്. കാസർഗോഡ് നമുക്ക് നോക്കാം. കാസർഗോഡ് 2 LDFും 2 UDFും ഒരു NDAയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥി PB അബ്ദുൾ റസാഖ് 1189 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഉദുമയിൽ K സുധാകരന്റെ ലീഡ് നില 6869 ആണ്. അത് വലിയ വിജയമാണത്. K കുഞ്ഞിരാമനാണ് LDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ മറിച്ചിട്ടുകൊണ്ട് 6869 വോട്ടുകളുടെ ലീഡ് K സുധാകരൻ അവിടെ നേടിയിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് CPI സ്ഥാനാർത്ഥി E ചന്ദ്രശേഖരൻ 20162 വോട്ടുകളുടെ ലീഡിന് ധന്യ സുരേഷിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു. UDF സ്ഥാനാർത്ഥി 20301 അദ്ദേഹത്തിന്റെ ലീഡ് നില ഈ ഘട്ടത്തിൽ. തൃക്കരിപ്പൂരിൽ M രാജഗോപാലൻ LDF സ്ഥാനാർത്ഥി 4836 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. KP കുഞ്ഞിക്കണ്ണൻ UDF സ്ഥാനാർത്ഥിയേക്കാൾ.
അവിടെയാണ് NDA സ്ഥാനാർത്ഥി ഒരാളുള്ളത്. മുന്നിട്ട് നിൽക്കുന്നയാൾ രവീഷ് തന്ത്രി. അദ്ദേഹത്തിൻ്റെ ലീഡ് നില 6891 നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നമ്മൾ ഉറപ്പായിട്ടും കരുതേണ്ടതാണ് രവീഷ് തന്ത്രി നിയമസഭയ്ക്കകത്തുണ്ടാകുമെന്ന്. എങ്കിൽ തന്നെയും ഇനി അങ്ങോട്ട് എണ്ണാനിരിക്കുന്ന സ്ഥലങ്ങൾ ഏത് നിലക്കുള്ള ഫലമാണ് പുറത്തേക്ക് വരിക എന്നതുകൂടെ പരിഗണിക്കേണ്ടതുണ്ട്. എങ്കിൽ തന്നെയും NDAക്ക് കാസർഗോഡ് എന്നൊരു സീറ്റ് ഉണ്ടാകും എന്ന് BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നതിൽ ഒരു പിശവുമില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ 88 ഇടത്ത് 140 മണ്ഡലങ്ങളിൽ 88 ഇടത്ത് ഇടത് മുന്നണിക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 49 ഇടത്ത് UDF, 2 ഇടത്ത് NDA, പൂഞ്ഞാർ ഒരിടത്ത് മാത്രമാണ് ഇപ്പോൾ. കണ്ണൂരിൽ ഇടത് തരംഗം. കണ്ണൂരിൽ 11 മണ്ഡലങ്ങളിൽ 10 ഇടത്ത് അതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ ഗ്രാഫിക്സ് നമുക്ക് കാണാം ടെലിവിഷൻ സ്ക്രീനിൽ. കണ്ണൂരിൽ ഇടത് തരംഗം 11. തൃശ്ശൂരിലെ 13 മണ്ഡലങ്ങളിൽ 13 ഇടത്തും ഇടതുപക്ഷം മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരം. തൃശ്ശൂരിലെ 13 മണ്ഡലങ്ങളിൽ 13 ഇടത്തും ഇടതുപക്ഷം മുന്നേറ്റം നടത്തുന്നു. കൊല്ലത്ത് 11 മണ്ഡലങ്ങളിൽ 11 ഇടത്തും കൊല്ലത്തും തൃശ്ശൂരും മുഴുവൻ ഇടതുപക്ഷം ഒരു സമഗ്രാധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള 5 വർഷക്കാലം കേരളത്തിന്റെ ഭരണം ഇടതുപക്ഷത്തേക്ക്, ഇടത് കരങ്ങളിലേക്ക് പോകുന്നു എന്ന് പ്രവചിക്കാൻ കഴിയുന്ന, എന്ന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ ഈ കണക്കുകൾ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ സൂചനകൾ അനുസരിച്ച് അതിന് സമാനമായി തന്നെയുള്ള ഒരു ജനവിധിയാണ് ഇത്തവണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് നോക്കാം. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിൽ 3 ഇടത്ത് LDF ആണ് മുന്നേറ്റം നടത്തുന്നത്. അവിടെ ശക്തമായ മത്സരം നടന്ന ആറന്മുളയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജ് 3265 വോട്ടുകൾക്ക് മുന്നിലാണ്. 2 ഇടങ്ങളിലാണ് പത്തനംതിട്ടയിൽ UDF ഉള്ളത്. തിരുവല്ലയിൽ ജോസഫ് M പുതുശ്ശേരി, ഒപ്പം തന്നെ കോന്നിയിൽ അടൂർ പ്രകാശ്. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മവിശ്വാസ പ്രകടനത്തിന് അടിസ്ഥാനമില്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. LDFിന്റെ തരംഗമാണ് കേരളത്തിലാകെ തന്നെ ഉള്ളത്. 89 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. UDF 48 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. NDA 2 സീറ്റുകളിലായി നിൽക്കുന്നു. ഇപ്പോൾ ഇടത് തരംഗമാണ് തൃശ്ശൂരിലും കൊല്ലമടക്കമുള്ള ജില്ലകളിലുള്ളത്. ഇവിടെ നിന്നും അവരവർ റിപ്പോർട്ടർമാർ ചേരുന്നു അവരവരുടെ വിശകലനങ്ങളും വിവരങ്ങളുമായി. തൃശ്ശൂരിൽ നിന്ന് ശ്യാംകൃഷ്ണൻ ചേരുന്നു. ശ്യാം, വിവരങ്ങൾ എന്താ? സനീഷ്, തൃശ്ശൂരിൽ 13 ഇടങ്ങളിൽ 13 സീറ്റുകളിൽ 13 ഇടത്തും LDF മുന്നേറുകയാണ്. പലയിടത്തും വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്കാണ് കയറുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം തൃശ്ശൂരിൽ 3 പതിറ്റാണ്ടിലധികം UDF കൈവച്ചിരിക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ LDFിലെ VS സുനിൽകുമാർ 4500-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്കാലം അത്രയും UDFിനെ തുണച്ചിരുന്ന പ്രദേശങ്ങളിൽ നഗര പരിധിയിലെ വോട്ടുകളാണ് എണ്ണി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സുനിൽകുമാർ ഈ നില തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മറ്റിടങ്ങളിൽ ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി മണ്ഡലത്തിൽ മാത്രമാണ് മാറി മറിഞ്ഞ ഫലങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂര്, ഗുരുവായൂർ, നാട്ടിക, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഏറെക്കുറെ LDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. 13 LDF ആണ് ഇപ്പോൾ മുന്നിൽ. ശ്യാംകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ 13 ഇടത്തും ഇപ്പോൾ ഇടതുപക്ഷ മുന്നേറ്റം തുടർന്നു. ഇനി എണ്ണാനുള്ള മേഖലകൾ കൂടി നോക്കുമ്പോഴും ഇടതുപക്ഷത്തിന് ഈ ആധിപത്യം നിലനിർത്താൻ കഴിയും എന്നാണ് കരുതേണ്ടതെന്ന് ശ്യാംകൃഷ്ണന്റെ റിപ്പോർട്ട് പറയുന്നു. കൊല്ലത്തെ 11 നിയോജക മണ്ഡലങ്ങളിൽ 11 ഇടത്തും ഇടതുപക്ഷം മുന്നേറ്റം നടത്തുകയാണ്. കൊല്ലത്തും ഇടതുപക്ഷത്തിന്റെ ഒരു സമഗ്രാധിപത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ വോട്ടെണ്ണലിൽ. ശ്യാമാർ ബാബു ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട്. ശ്യാം, ഇനി എണ്ണാനുള്ള മേഖലകൾ കൂടി നോക്കുമ്പോൾ 11 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് തന്നെ ഇപ്പോഴുള്ള ലീഡ് നിലനിർത്താൻ കഴിയുമോ? എന്താണ് നിലവിലെ അവസ്ഥ? ഇവിടെ കരുനാഗപ്പള്ളിയിൽ മാത്രമാണ് UDFിന് അല്പമെങ്കിലും പ്രതീക്ഷ ഈ അവസാന ഘട്ടത്തിലുമുള്ളത്. അവിടെ ഏതാണ്ട് ഭൂരിപക്ഷം വളരെ ചുരുങ്ങി നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിൽ മാത്രമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, അതുപോലെ തന്നെ ഇരവിപുരം എന്നീ മണ്ഡലങ്ങൾ പോകുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യത്തിലേക്കാണ് പൊട്ടിട്ടിരിക്കുന്നത്. അതായത് LDFിന് അനുകൂലമായിട്ടുള്ള മണ്ഡലങ്ങളാണ്, പ്രദേശങ്ങളാണ് ഇനി അനുകൂലമായിട്ടുള്ള ബൂത്തുകളാണ് ഇനി എണ്ണാനുള്ളത്. RSP സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള AASീസ് ആണ് ഏറ്റവും 15,000 മതിലധികം വോട്ടുകൾക്ക് പിന്നിലാണ് സംസ്ഥാന സെക്രട്ടറി AASീസ്. അതുപോലെ തന്നെ മന്ത്രി ഷിബു ബേബി ജോൺ ഏതാണ്ട് 2000-ലധികം വോട്ടുകൾക്ക് ഷിബു ബേബി ജോൺ പിന്നിലാണ്. ഇനി എണ്ണാനുള്ളത് ചവറയിൽ നീണ്ടകര പഞ്ചായത്ത് ഇനി എണ്ണാനുണ്ട്. നീണ്ടകരയിലാണ് ഷിബുവിന് അല്പം പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് കൂടി എണ്ണയിൽ മാത്രമേ ചവറയിലെ ഒരു അവസാന ഘട്ടം എന്താണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതേസമയം ചാത്തന്നൂർ, ഇരവിപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ LDF വിജയിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഗോപി,
റൈറ്റ്, ശ്യാമാർ ബാബുവാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ ഇടത് തരംഗം വ്യക്തമാക്കുന്നതാണ് കണ്ണൂരിലെയും തൃശ്ശൂരിലെയും കൊല്ലത്തെയും ഇടതുപക്ഷത്തിന്റെ സമഗ്രാധിപത്യം. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 10ഇടത്തും ഇടതുപക്ഷം അതിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് വിവരങ്ങളുമായുണ്ട്. സുനിൽ, 10 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ലീഡ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇനി എണ്ണാനുള്ള മേഖലകൾ വെച്ച് നോക്കുമ്പോൾ കണ്ണൂരിൽ നിന്ന് നൽകാവുന്ന ഒരു ചിത്രം? ഗോപി, ആകെയുള്ള 11 സീറ്റുകളിൽ LDF നിലവിൽ 9ഇടത്താണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിനോയ് കുര്യൻ, LDF സ്ഥാനാർത്ഥി ബിനോയ് കുര്യൻ പേരാവൂരിൽ ഇതുവരെ ലീഡ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ലീഡെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. UDFന്റെ സണ്ണി ജോസഫ് 1294 വോട്ടിന് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു UDF ലീഡ് ചെയ്യുന്ന സ്ഥലം KC ജോസഫാണ്. ഇരിക്കൂറിൽ വിമതശല്യം അടക്കം നിരവധി വിഷയങ്ങൾ നേരിട്ട ഇരിക്കൂറിൽ KC ജോസഫ് 6954 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മറ്റൊരു പ്രസ്റ്റീജ് മത്സരം നടന്ന അഴീക്കോട് MP നികേഷ് കുമാർ 1592 വോട്ടുകൾക്ക് ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരാണ്. കണ്ണൂര് രാമേന്ദ്രൻ കടന്നപ്പള്ളി, ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാമേന്ദ്രൻ കടന്നപ്പള്ളി 4197 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. UDFന്റെ ലീഡ് പേരാവൂരിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. 1135 പേരാവൂരിലെ ലീഡ് വർദ്ധിക്കുന്നു. KC ജോസഫിന് ഇപ്പോഴും ലീഡ് നില ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. 7182 ലീഡ് നില ഉയർത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടന്നത് പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്തായിരുന്നു. പിണറായി ഇവിടെ 18,774 എന്ന വലിയ ലീഡിലേക്ക് തന്നെ നീങ്ങുകയാണ്. മറ്റുള്ള മണ്ഡലങ്ങൾ അതുപോലെ പയ്യന്നൂരിൽ 29,222 എന്ന വലിയ ലീഡ് നിലയിലേക്ക് ശ്രീകൃഷ്ണൻ എത്തിയിരിക്കുന്നു. കല്യാശ്ശേരിയും TV രാജേഷും 22,000 മുകളിലേക്ക് ലീഡ് നില ഉയർത്തുന്നു. തളിപ്പറമ്പിലും LDF 9,700 എന്ന ലീഡ് നിലയിലേക്ക് തളിപ്പറമ്പിൽ ജെയിംസ് മാത്യു ലീഡ് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന തലശ്ശേരിയിലെ ശംഷീർ 17,904 വോട്ടുകളുടെ ലീഡിലേക്ക് വരുന്നു. പേരാവൂർ ശൈലജ ടീച്ചർ 13,295 വോട്ടുകളുടെ ലീഡ് നൽകുന്നു. ശൈലജ ടീച്ചർ പുത്തുപറമ്പിൽ വിജയത്തിലേക്ക് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ തോതിൽ ലീഡ് നില ഉയരുന്നു. EP ജയരാജൻ 27,919 വോട്ടിന്റെ ലീഡ്, വലിയ റെക്കോർഡ് ലീഡ് തന്നെ മട്ടന്നൂരിൽ EP ജയരാജൻ നേടിയിരിക്കുന്നു. പേരാവൂരിൽ വീണ്ടും ലീഡ് നിലയിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാൽ കൂടിയും UDF 877 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നിലവിൽ ആകെയുള്ള 11 മണ്ഡലങ്ങളിൽ 9ഇടത്തും LDF ഇപ്പോൾ സുനിലേശക്കാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ ലീഡ് നിലയിൽ മാറ്റമുണ്ടായിരിക്കുന്നു. നേരത്തെ 10ഇടത്ത് ലീഡ് നിലനിർത്തിയിരുന്ന ഇടതുപക്ഷം ഇപ്പോൾ 9ഇടത്തേക്കായി മാറിയിട്ടുണ്ട്. ഇരിക്കൂരിൽ KC ജോസഫും പേരാവൂരിൽ സണ്ണി ജോസഫും അവരുടെ മുന്നേറ്റം തുടരുന്നു. UDF സ്ഥാനാർത്ഥികൾ. മലപ്പുറത്ത് നിന്ന് ഇല്യാസ് ഉണ്ട് വിവരങ്ങളുമായി. ഇല്യാസ്, മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിൽ 4ഇടത്ത് ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ട്. അതിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന നിലമ്പൂരിൽ PV അൻവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു. മലപ്പുറത്തെ ലീഗ് കോട്ടയിൽ വിള്ളൽ വീഴുകയാണോ? ഗോപികൃഷ്ണൻ, വളരെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് ഇടതുമുന്നണി മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ 4ഇടത്ത് ഇടതുമുന്നണി ശക്തമായ മുന്നേറ്റത്തിൽ തന്നെയാണ്. നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിലമ്പൂരിനപ്പുറം തിരൂരങ്ങാടിയിലേക്ക് വരുമ്പോൾ മന്ത്രിയായ അബ്ദുൾ റബ്ബ് 3355 വോട്ടുകൾക്ക് മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ പിറകിലാണ്. LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നിയാസ് പുളിക്കലകത്താണ് ഇവിടെ 3355 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. 28 ബൂത്തുകളിലെ വോട്ടുകളാണ് ഇവിടെ ഇപ്പോൾ എണ്ണിക്കഴിഞ്ഞത്. അതുപോലെ തന്നെ നിലമ്പൂരിലേക്ക് വരികയാണെങ്കിൽ PV അൻവർ, ഇടതു സ്വതന്ത്രൻ PV അൻവർ 3226 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ഏകദേശം 60ഓളം ബൂത്തുകൾ ഇവിടെ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് മറ്റൊരു മണ്ഡലം പറയുകയാണെങ്കിൽ താനൂരിൽ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി തന്നെയാണ് മുന്നിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ലീഡ് എന്ന് പറയുന്നത് 686 വോട്ടുകൾ മാത്രമാണ്. ഇലിയാസ്, ഇനി അറിയേണ്ടതും ഈ മണ്ഡലങ്ങളാണ്. നിലമ്പൂർ, തിരൂരങ്ങാടി, താനൂർ. തിരൂരങ്ങാടിയിൽ ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നിയാസിന്റെ ലീഡ് ഇപ്പോൾ 3355 ഇനി എണ്ണിത്തീരാനുള്ള മേഖലകൾ നിയാസിന് അനുകൂലമായവയാണോ? താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ലീഡ് 377 മാത്രമാണ്. അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നിലമ്പൂരിലെ അവസ്ഥ? ഗോപികൃഷ്ണൻ, തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള തിരൂരങ്ങാടി ഏരിയ ഇതുവരെ എണ്ണിയിട്ടില്ല. പക്ഷേ എണ്ണിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉള്ള വിവരമനുസരിച്ച് 3355 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇടതു സ്വാതന്ത്ര്യത്തിന് ഉള്ളത്. തീർച്ചയായും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മലപ്പുറത്ത് പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി തന്നെ തിരൂരങ്ങാടിയിൽ സംഭവിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. നിലമ്പൂരിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതുവരെ എണ്ണിക്കഴിഞ്ഞ പഞ്ചായത്തുകളെല്ലാം തന്നെ UDFന് കാര്യമായ പ്രതീക്ഷയുണ്ടായിരുന്ന പഞ്ചായത്തുകളാണ്. മൂത്തേടും, വഴിക്കടവ്, അതുപോലെ തന്നെ പോത്തുകൽ തുടങ്ങിയ
തുടങ്ങിയ പഞ്ചായത്തുകളാണ് ഇപ്പോൾ എണ്ണിക്കഴിഞ്ഞത്. അവിടെ 3226 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് PV അൻവറിന്. ഇപ്പോൾ 60ഓളം ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ 3226 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് PV അൻവറിനുള്ളത്. താനൂരിൽ വ്യക്തമായ ലീഡ് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് ഇപ്പോഴില്ല. ഈ BJP ഏരിയകളിൽ BJPക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണ്, സ്വാധീനമുള്ള മേഖലകളിലാണ് ഇപ്പോൾ താനൂരിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. 25,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന PK അബ്ദുൾ റബ്ബ് തിരൂരങ്ങാടിയിൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടോ? നിയാസ് തുടക്കം മുതൽ തന്നെ ലീഡ് നിലനിർത്തിയിരിക്കുന്ന LDF സ്ഥാനാർത്ഥി നിയാസ് 3355 വോട്ടുകൾക്ക് തിരൂരങ്ങാടിയിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. കടുത്ത മത്സരം നടക്കുന്ന നിലമ്പൂരിലെ സാഹചര്യവും സമാനമാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി PV അൻവർ 3226 വോട്ടുകൾക്ക് ലീഡ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മലപ്പുറത്തെ ലീഗ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് കടന്നു കയറാൻ ഇതുവരെയുള്ള ലീഡ് നില അനുസരിച്ച് നോക്കുമ്പോൾ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ 88 ഇടത്ത് ഇടതുമുന്നണി ലീഡ് നിലനിർത്തിയിരിക്കുന്നു. 48 ഇടത്തേക്കായി UDFന്റെ ലീഡ് ചുരുങ്ങിയിരിക്കുന്നു. NDA നിലവിലെ സാഹചര്യത്തിൽ 3 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് വിവരം. തിരുവനന്തപുരത്തെ നേമത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥി പിന്നിലായിരിക്കുന്നു. രവിഷ തന്ത്രിക്കുന്തർ NDA സ്ഥാനാർത്ഥി ഇതുവരെ ലീഡ് ചെയ്ത് പിന്നിലായി. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി NA നെല്ലിക്കുന്ന് 42 വോട്ടിന്റെ ലീഡ്. കാസർഗോഡ് മാറിക്കഴിഞ്ഞു. കാസർഗോഡ് ഇതുവരെ ഉണ്ടായിരുന്ന NDAക്ക് ഉണ്ടായിരുന്ന ലീഡ് മാറിയിരിക്കുന്നു. കാസർഗോഡ് അവസാന നിമിഷം UDFിലേക്ക് നീങ്ങുന്നു എന്ന സൂചന നമുക്ക് വേണമെങ്കിൽ പറയാം. കാസർഗോഡ് ഇപ്പോൾ നേരിയ ഭൂരിപക്ഷമാണ്. കാസർഗോഡ് NA നെല്ലിക്കുന്നിന്റെ ലീഡ് 42 മാത്രമാണെങ്കിലും NDAയുടെ ലീഡ് കാസർഗോഡ് മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ നേമത്ത് മാത്രമാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള NDAയുടെ ലീഡ് നിലനിൽക്കുന്നത്. നേമത്ത് NDA സ്ഥാനാർത്ഥി O രാജഗോപാൽ, അദ്ദേഹത്തിന്റെ ലീഡ് നിലവിൽ O രാജഗോപാൽ ലീഡ് 7294 ഒരുപക്ഷെ NDAക്ക് ഒരു അക്കൗണ്ട് തുറക്കാനായാൽ അത് തിരുവനന്തപുരത്തെ നേമത്താകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇപ്പോൾ K സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നുണ്ട് 217 വോട്ടുകൾക്ക്. ഏതായാലും 3 ഇടത്ത് ഇപ്പോൾ NDA സ്ഥാനാർത്ഥികൾ, ക്ഷമിക്കണം 2 ഇടത്താണ് NDA സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. കാസർഗോട്ടെ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ 217 വോട്ടുകൾക്ക്, തിരുവനന്തപുരത്തെ നേമത്ത് NDA സ്ഥാനാർത്ഥി O രാജഗോപാൽ 7000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മണ്ഡലങ്ങൾ തിരിച്ച് ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ കാണാം. ഇടതുപക്ഷത്തിന് ഇപ്പോൾ 89 സീറ്റിൽ ലീഡുണ്ട്. വ്യക്തമായ ഒരു രാഷ്ട്രീയ ട്രെൻഡ്, പൊളിറ്റിക്കൽ ട്രെൻഡ്, ഈ തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്കൽ ട്രെൻഡ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 5 വർഷത്തെ കേരളത്തിന്റെ ഭരണം ഇടത് കരങ്ങളിലേക്ക് പോകുന്നുവെന്ന സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നത്. ഇടതുപക്ഷത്തിന് 89 ഇടത്ത് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നു എന്നതിനും ഒരു ഇടത് തരംഗം ഉണ്ടായി എന്നതിനുമുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കണ്ണൂരിലെയും കൊല്ലത്തെയും തൃശ്ശൂരിലെയും പാലക്കാട്ടും ആലപ്പുഴയിലും ഇടതുപക്ഷം നടത്തിയിട്ടുള്ള മുന്നേറ്റം അതിന് തെളിവായി നമുക്ക് നിരത്താം. വ്യത്യസ്തമായ ചില വിവരങ്ങൾ വരുന്നത് പൂഞ്ഞാറിൽ PC ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ PC ജോർജ് വ്യക്തമായ ലീഡ് നിലനിർത്തിയിട്ടുണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിൽ. UDFന്റെ ഘടകകക്ഷികൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടിയും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. RSPക്കും JDUവിനും ഒരൊറ്റ സീറ്റ് പോലും നേടാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ടാകുന്നു. കേരളം ഇടത്തോട്ട് തിരിയുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 89 ഇടത്ത് അടുത്ത 5 വർഷം കേരളം ഇടതുപക്ഷം ഭരിക്കുമെന്ന സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ആഹ്ലാദ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ 9 ഇടത്ത്, നേരത്തെ 10 ഇടത്ത് ഇടതുപക്ഷത്തിന് ലീഡുണ്ടായിരുന്നത് 9 ഇടത്തേക്കായി മാറിയിരിക്കുന്നു. O രാജഗോപാൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ NDA അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരത്തെ നേമത്തായിരിക്കും. O രാജഗോപാലിന്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. ഒരുപക്ഷെ NDAക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്ന വലിയ വിശേഷം നൽകാൻ പോകുന്നത് തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ നിന്ന് O രാജഗോപാൽ ആയിരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. പല തലങ്ങളിലുള്ള ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നു. UDFന് തികച്ചും നിരാശയുണ്ടാകുന്ന ഫലം കൂടിയാണ് പുറത്തു വരുന്നതെന്ന് പറയേണ്ടി വരും. കേരളത്തിൽ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമെന്ന AK ആന്റണിയുടെ വാക്കുകൾക്ക് അനുകൂലമായ ഒരു ജനവിധി അല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ചരിത്രം ആവർത്തിക്കുകയാണ്. 5 വർഷത്തെ ഭരണമാറ്റം എന്ന കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം ആവർത്തിക്കപ്പെടാൻ പോകുന്നു എന്നതാണ് 89 സീറ്റിലെ ഇടതുപക്ഷത്തിന്റെ ലീഡ് നൽകുന്ന രാഷ്ട്രീയ സൂചന. LDF ലീഡ് ചെയ്യുന്നു. UDF 48 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുകയാണ്. NDA 2 സീറ്റുകളിൽ എന്നതാണ് ഇപ്പോഴത്തെ നില. NDAയുടെ 2-ൽ ഇപ്പോൾ കാസർഗോഡ് അല്ല ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് മഞ്ചേശ്വരം തന്നെയാണ്. കാസർഗോഡ് രവീഷ് തന്ത്രി പിന്നോട്ട് പോയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. PC ജോർജ് പൂഞ്ഞാറിൽ ലീഡ് ചെയ്യുന്നു. നേമത്ത് രാജഗോപാൽ 3000-നടുത്ത് ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്.
നമുക്ക് ഓരോ ജില്ലകളിലേക്ക്. കെ ബാബുവും എം സ്വരാജും നെക്ക് ടു നെക്ക് തുല്യമായി നിൽക്കുന്നു. കെ ബാബുവും എം സ്വരാജും തുല്യമായി നിൽക്കുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മന്ത്രി കെ ബാബുവും എം സ്വരാജും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും ഉദ്വേഗജനകമായ ആകാംക്ഷ നിറഞ്ഞ ഒരു പോരാട്ടത്തിലേക്ക് തൃപ്പൂണിത്തുറയിലെ ഫലസൂചനകൾ മാറുന്നു. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മാറി മറിയുകയായിരുന്നു ലീഡ് നില. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് കെ ബാബു ഇടയ്ക്ക് ലീഡ് നിലനിർത്തി, മാറി എം സ്വരാജ് ലീഡ് നിലനിർത്തി. ഇപ്പോൾ രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെ നീങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. കാസർഗോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. മഞ്ചേശ്വരത്തും കാസർഗോഡും ഇപ്പോൾ NDA ലീഡ് ചെയ്യുകയാണെന്ന വിവരമാണുള്ളത്. മഞ്ചേശ്വരത്ത് 751 വോട്ടുകൾക്ക് മാത്രമാണ് കെ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നതെങ്കിൽ കാസർഗോഡ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. NDA രണ്ടിടത്തും UDF ആണ് ലീഡ് ചെയ്യുന്നത്. മഞ്ചേശ്വരത്തും കാസർഗോഡും ലീഡ് ചെയ്യുന്ന UDF തന്നെയാണ്. NDA ഇപ്പോൾ ചിത്രത്തിലില്ല. അവിടെ PB അബ്ദുൾ റസാഖ് മഞ്ചേശ്വരത്ത് ലീഡ് ചെയ്യുന്നു 751 വോട്ടുകൾക്ക്. കാസർഗോഡ് NA നെല്ലിക്കുന്ന് ലീഡ് ചെയ്യുന്നു 2464 വോട്ടുകൾക്ക്. ഉദുമയിൽ K സുധാകരനും കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ LDF സ്ഥാനാർത്ഥികളും ലീഡ് ചെയ്യുകയാണ്. കണ്ണൂരിലേക്ക് വന്നാൽ ഓരോ ജില്ല. കണ്ണൂരിൽ ഇപ്പോൾ പേരാവൂരിൽ സണ്ണി ജോസഫ് 1819 വോട്ടുകളുടെ ലീഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിവരം. ഇരിക്കൂറിലും പേരാവൂരിലും രണ്ട് പ്രധാനപ്പെട്ട UDF കേന്ദ്രങ്ങളിൽ UDF തന്നെ ലീഡ് ചെയ്യുന്നു എന്നതാണ് വിവരം. KC ജോസഫ് ഇരിക്കൂറിൽ 2337 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ പേരാവൂരിൽ സണ്ണി ജോസഫ് 1819 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ബാക്കി ഉള്ള 11 സീറ്റുകൾ 9 ബാക്കിയിടങ്ങളിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം KK ശൈല ടീച്ചർ 15469 എന്ന നിലയിലേക്ക് അവരുടെ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. KP മോഹനേക്കാൾ 15253 വോട്ടുകളുടെ ലീഡ് KK ശൈലജയ്ക്കുണ്ട്. AN ഷംസീറിന് 23300 തലശ്ശേരിയിൽ. അഴീക്കോട് MP നികേഷ് കുമാർ 1481 വോട്ടുകൾക്ക് KM ഷാജിയേക്കാൾ മുന്നിലാണ്. ബാക്കിയെല്ലാം പതിവ് പോലെ LDF വിജയിക്കുന്ന സ്ഥലമാണ്. ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ കൊല്ലത്തെ ഇരിവിപുരത്ത്. കൊല്ലത്തെ 11 ഇടതുപക്ഷം മുന്നേറ്റം നടത്തുന്ന സാഹചര്യത്തിൽ, കൊല്ലത്തെ ഇടതുപക്ഷത്തിന്റെ സമഗ്രാധിപത്യം വരുന്ന സാഹചര്യത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ കൊല്ലത്തെ ഇരവിപുരത്ത് ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. NDAയുടെ ഇത്തവണത്തെ കേരളത്തിലെ പ്രതീക്ഷ ഒരൊറ്റ സീറ്റിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ടാലി കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാസർകോട്ടും മഞ്ചേശ്വരത്തും പാലക്കാട്ടും ഉണ്ടായിരുന്ന NDAയുടെ ലീഡ് എല്ലാം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു. NDAയുടെ പ്രതീക്ഷ കേവലം തിരുവനന്തപുരത്തെ നേമം എന്നൊരൊറ്റ മണ്ഡലത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. പക്ഷെ അപ്പോൾ തന്നെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, 3 സ്ഥലത്ത് നേമത്ത് ലീഡ് ചെയ്യുന്നതിനൊപ്പം 3 സ്ഥലത്ത് 2ാം സ്ഥാനത്താണ് NDA എന്നത് കാണേണ്ടതുണ്ട്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്ന കഴക്കൂട്ടത്ത് NDA സ്ഥാനാർത്ഥി V മുരളീധരൻ 6120 വോട്ടുകൾക്ക് പിന്നിലാണ്, 2ാം സ്ഥാനത്താണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ലീഡ് ചെയ്യുന്ന സ്ഥലത്ത് കുമ്മനം രാജശേഖരൻ 2671 വോട്ടുകൾക്ക് പിന്നിലാണ്, 2ാം സ്ഥാനത്താണ്. എന്ന് മാത്രമല്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ VS ശിവകുമാർ ലീഡ് ചെയ്യുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ 5745 വോട്ടുകൾക്ക് NDAയുടെ സ്ഥാനാർത്ഥി ശ്രീശാന്താണ് പിന്നിട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നേമത്ത് O രാജഗോപാലിന് 7762 വോട്ടുകളുടെ ലീഡാണുള്ളത്. പക്ഷേ മഞ്ചേശ്വരത്തെ ലീഡ് നില ഉയർന്നിട്ടുണ്ട് 2020. കാസർഗോഡ് ലീഡ് നില ഉയർന്നിട്ടുണ്ട് 3966. ഒരു NDAക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാകുന്ന തരത്തിലേക്ക് ലീഡ് നില മാറി മറയുന്നുണ്ട് കാസർഗോട്ടും മഞ്ചേശ്വരത്തും. നിയമം മാത്രമാണ് NDAക്ക് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷ സ്വാഭാവികമായ മറ്റുള്ളിടങ്ങളിൽ കൂടിയുണ്ട്. പക്ഷേ നിയമമാണ് കൺസിസ്റ്റൻ്റായി ഒരു തവണ പോലും പിന്നോട്ട് പോകാതെ രാജഗോപാൽ മുന്നിട്ട് നിൽക്കുന്ന സമയം. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തെ നിയമമണ്ഡലത്തിൽ. അസ്ലം, ഇനി എണ്ണാനുള്ള മേഖലകൾ തിരിച്ചു നോക്കുമ്പോൾ NDAക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമായി നിയമം മാറിയിട്ടുണ്ടോ? ഏറെക്കുറെ പകുതി റൗണ്ടുകളും അല്ലെങ്കിൽ പകുതി മേഖലകളും എണ്ണിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 7627 ലീഡാണ് BJP കൈക്കൊള്ളുന്നത്. ഇനി നേമം, കമലേശ്വരം, തിരുവല്ലം, ഈസ്റ്റ്, വെസ്റ്റ്, അമ്പലത്ര തുടങ്ങിയ മേഖലകളാണ് എണ്ണാനുള്ളത്. ഈ മേഖലകൾ LDFന് പ്രതീക്ഷയുള്ള മേഖലകളാണ്. അതേസമയം 7000-ലധികം എന്നൊരു ലീഡ് കവർ ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്ക ഇപ്പോൾ LDF കേന്ദ്രങ്ങൾ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു 6000 വരെ, 5000 മുതൽ 6000 വരെ ലീഡ് ഇപ്പോൾ നിലനിർത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ LDFന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പ്രതീക്ഷയിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പോൾ 7885 നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് നിയമം എന്ന LDFന് അനുകൂലമുള്ള സ്ഥലത്തേക്ക് വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ പോലും 7885 ലീഡ് നിലനിർത്താൻ O രാജഗോപാലിന് കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ
BJP കൂടുതൽ പ്രതീക്ഷ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി 1-2 റൗണ്ടുകൾ കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിത്രം വളരെയധികം വ്യക്തമാകും. 1-2 റൗണ്ടുകൾ കൂടി കഴിഞ്ഞാൽ നേമത്തെ ചിത്രം വ്യക്തമാകും. 7000-ൽ പരം വോട്ടിന്റെ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് നേമമണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കൂടിയാണ് അസ്ലം നൽകുന്ന വിവരം. ഇനി എണ്ണാനുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള മേഖലകളാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് 7000 ചില്വാനം വോട്ടുകളുടെ ലീഡ് എന്ന രാജഗോപാലിന്റെ ഇപ്പോഴത്തെ നിലയെ മറികടക്കാനാകുമെന്ന ആശങ്കയുണ്ട്. ഏതായാലും 2 റൗണ്ട് കൂടി എണ്ണിക്കഴിയുമ്പോൾ നേമത്തെ ചിത്രം വ്യക്തമാകും. NDAക്ക് ഇത്തവണ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന്. ചേരുന്നു ഷഫീഖ്, എന്താണ് നില? മഞ്ചേശ്വരത്തും കാസർഗോഡും NDA മുന്നിട്ട് നിന്നിരുന്നു ഇടക്ക്. ഇനി അങ്ങോട്ട് അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഇടങ്ങൾ തന്നെയാണോ വോട്ടെണ്ണാനുള്ളത്? മഞ്ചേശ്വരത്ത് UDF മേധാവിത്വമുള്ള പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇനി